എളുപ്പത്തിലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, തക്കാളി, സവാള, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിയില, പുതിനയില. പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യുക. എന്നിട്ട് മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നല്ലവണ്ണം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. കഴുകി വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മസാലകളെല്ലാം ഒന്ന് ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. മസാലകളെല്ലാം ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുക്കറിലിട്ട് ഒറ്റ വിസിൽ വേവിച്ചെടുക്കുക. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കേണ്ടത്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം തക്കാളി, സവാള, ചെറിയ ഉള്ളി എന്നിവ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. തക്കാളിയും സവാളയും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം ഇത് ഒന്ന് അടിച്ചെടുക്കുക. ഇത് ഗ്രേവിക്ക് വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. മാറ്റി വച്ചിരുന്ന വഴറ്റിയെടുത്ത സവാളയും തക്കാളിയും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചു വച്ചിരുന്ന ഉള്ളിയും സവാളയും എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന മല്ലിയില, പുതിനയില, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നല്ലവണ്ണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.